ഹലോ, നമ്മൾ ഇന്നൊരു തമിഴ്നാട് കല്യാണത്തിന് വേണ്ടി പോവാണ്. പക്ഷെ കല്യാണം ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടി എത്തുന്നതിന്റെ മുന്നെയാണ്. എവിടെ വെച്ചാൽ നടുവട്ടത്ത് അല്ലേ? യെസ്. ഇപ്പൊ ഞങ്ങൾ നാടുകാണി ചുരത്തിലുള്ളത്. ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ കാഴ്ച കണ്ട് അങ്ങനെ പോവാണ്. നമ്മളെ ബൈക്കിലാട്ടോ പോന്നിട്ടുള്ളത് രണ്ടുപേരും. പിന്നെ ജൂണോനും പാത്തോനും എടുത്തിട്ടില്ല, അവർ വീട്ടിൽ തന്നെയാണ്. അവരെ ജീവൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രസമുണ്ട്. ഏകദേശം ഗൂഡല്ലൂരെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. ഇപ്പൊ പെരുന്നാളൊക്കെ ആയിട്ടേ ഞായറാഴ്ച ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ നമ്മളെ ഗൂഡല്ലൂർ വരെ നല്ല വെയിലാണ്, സൈക്കൂല. അപ്പൊ പോരുന്നോലൊക്കെ കണ്ടിട്ട് പോരാ. ക്ലൈമറ്റ് അതാണ് അവസ്ഥ. ഊട്ടിക്ക് അങ്ങോട്ട് തണുപ്പുണ്ട് എന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്നലെ ഊട്ടിയിൽ മഴ കിട്ടിയെന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോയി നോക്കാം. ഒന്ന് വൃത്തിയാക്കി തന്ന ഇതാണ്. ഹെൽമെറ്റ് ഇട്ട് അങ്ങനെ തന്നെ കയറി சின்ன இருந்தது. இதுக்கு முன்னாடி இங்க வந்திருந்தது. அப்ப பார்த்தது எங்க தாதா ഞങ്ങള് ഊട്ടിക്ക് പോകുന്ന സമയത്ത് 1-2 തവണ കയറിയൊരു ഷോപ്പാണിത്. ഈ അമ്മേന്റെ വലിയ ഹൈജീനിക് ഒന്നും ഇല്ലെങ്കിലും അമ്മേന്റെ നല്ല സ്നേഹം ഉണ്ടാവും. നല്ല സംസാരിച്ചിരുന്ന് ചായ കുടിച്ചു പോവാ. അവിടെ വെച്ച് നടുവട്ട എത്തണീല് തൊട്ട് മുന്നേ കേട്ടോ. അത് നമ്മള് വരുന്ന റൂട്ട്. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേ 2 നായ്ക്കുട്ടികളുണ്ടായിരുന്നു ഇവിടെ. അതിലൊന്നിനെ പുലി പിടിച്ചു എന്നാ പറഞ്ഞത്. ചീറ്റപ്പുലി, ചീറ്റപ്പുലി ഒന്ന് ഇവിടെ ഉണ്ട്. ഓയ് ഓയ് എவ்வளோ நாள் ஆச்சு? 2 மாசம் ஆச்சு. அப்படியா? ഈ അമ്മ എவ்வளோ നാളാ ഇങ്ങ ഇருக்கு? 40 വർഷം? എவ்வளோ? 45 വർഷമായിട്ട് ഇവിടെ തന്നെ കേട്ടോ. സ്റ്റേയും അതുപോലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് ചായ കൊടുത്ത് ഇവിടെ തന്നെ സ്റ്റേ. ഇതാണ് അവരുടെ വീടും കടയെല്ലാം തന്നെയാണ്. താങ്ക് യു. இதுக்கு முன்னாடி இங்க வந்திருந்தது நிறைய தடவை வந்திருக்கு. நான் வந்திருக்கு, அவ വന്നിருக்கு, അങ്ങനെ சேர்ந்து വന്നിருக்கு. ഏകദേശം 1 വർഷം മുന്നേ ഊട്ടിക്ക് വന്നപ്പോ അന്നാണ് ചന്ദ്രുവിനെ ആദ്യം കാണുന്നത്. ചന്ദ്രുവിന്റെ കല്യാണത്തിന് അപ്പം ഞങ്ങളൊന്ന് പോണത്. നമ്മളും കൂടെ ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ചിറങ്ങുമ്പോ ചായ കുടിക്കേണ്ട ഒരു കടയിൽ കയറിയതാ. അപ്പൊ ഒരു ചെറുക്കന് ഇങ്ങനെ കാറിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും എടുക്കുക. അങ്ങനെ പളപള അങ്ങനെ തിളങ്ങിയിരുന്നു ആകലായിട്ടൊക്കെ. അപ്പൊ ഈ ബോബിക്കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ആദ്യം ബോബിക്കൂടെ പിന്നെ ക്യാമറാമാനാണ് ഓനെ പൊലിപ്പിച്ചുകൊണ്ട് അവനും പോയി. എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആയി. അപ്പോഴാണ് പറഞ്ഞത്, അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളിങ്ങനെ ഊട്ടിയിൽ കട വെക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെന്നൊക്കെ. അപ്പോൾ പറഞ്ഞു നമ്മളൊന്നിനും പഠിക്കണം, നമ്മളെ സ്ഥലമാണ്, നമ്മൾ എന്താവശ്യം വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ നമ്പറൊക്കെ കോണ്ടാക്ട് ചെയ്ത് വന്നു. പിന്നെ കട വെച്ചതിന് ശേഷം ഇടക്കിടക്ക് വന്ന് ചായ കുടിക്കുമല്ലേ രാത്രി. അവന് ജിഞ്ചർ ടീന്റെ ഒരാളേനല്ലേ, സ്പെഷ്യൽ ജിഞ്ചർ സിനിച്ചോ സ്പെഷ്യൽ ജിഞ്ചർ ടീന്റെ ഒരാളേനോ. അവരത്ര 5-6 പേരുണ്ടാവും, ഡെയിലി വരും. പിന്നെ എല്ലാരും ഊട്ടിയിൽ വരുമ്പോ ചായന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയും. സത്യത്തിൽ ഊട്ടിയില് ചായ എല്ലാം ടേസ്റ്റ് ഉണ്ടോ? അതാണ് എനിക്ക് തോന്നുന്നു. ഊട്ടിയിൽ നിന്ന് ടേസ്റ്റില് ചായ ആയിട്ടാണ് മലയാളികൾ ഉണ്ടാക്കുന്ന ചായയാണ് അല്ലേ. നമ്മള് തന്നെ ഊട്ടിയില് ഇപ്പൊ നെസ്റ്റാമിസ്റ്റ് അല്ലേ എന്റെ ഒരു കടന്റെ നെസ്റ്റാമിസ്റ്റ് ചായ നമുക്കൊരു വർത്തായിട്ട് തോന്നിയിട്ടുള്ളൂ. നമ്മൾ ഇത്രയും കാലം കുടിച്ചിട്ട്. പിന്നെ അവിടുത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ. ഓഡിറ്റോറിയം ഇവിടെ അടുത്ത് തന്നെയാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ഈ അമ്മേന്റെ മകനാണ് അവിടെ ഫുഡൊക്കെ വെച്ചിട്ട് പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞു വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്യേണ്ടി വരും. ഇത് അവരെ ഈ കടന്റെ അടുത്ത് പാർക്ക് ചെയ്യാം. നല്ല അമ്മയാണ്. എന്താ വെച്ചാൽ അതുകൊണ്ടാണ് നമ്മളിവിടെ ചായ നിർത്തുമ്പോൾ പറയണേ. ചായക്കൊന്നും വലിയ ടേസ്റ്റും ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ സംസാരിച്ചിരിക്കാനും കാര്യങ്ങൾ അറിയാനും ഭയങ്കര രസമാണ്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചോദിച്ചറിയാലോ, അതിനൊക്കെ ഒരു രസമാണ്. അപ്പോൾ വരുമ്പോൾ ഇവിടെ ചായ കുടിച്ച് കയറുക. പിന്നെ ഞങ്ങൾക്ക് എന്നെ ആലോചിച്ചൂടെ, 45 വർഷമായിട്ട് ഈ ഇവിടുന്ന് കിട്ടുന്ന ഈ 10-ൻ്റെയും 15-ൻ്റെയും കച്ചവടം കൊണ്ടാണ് അമ്മയും കുടുംബം കഴിഞ്ഞു പോകണം. അമ്മേൻ്റെ ഭർത്താവ് ഉണ്ടായിന്, അവർ ഏകദേശം 25 വർഷം മുന്നേ മരിച്ചു എന്നാണ് നാള് വന്നപ്പോൾ പറഞ്ഞത്. പിന്നെ അവർക്കുള്ളത് ഈ 2 പട്ടിക്കുട്ടികളാണ്. അപ്പം അതിലൊരു പട്ടിക്കുട്ടിനെ പുലി പിടിച്ചു, ചീറ്റപ്പുലി പിടിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല ഹൈജീനിക് അല്ല,
ഞങ്ങൾക്ക് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞതിൽ അത് എഴുതിയിട്ട് ചായ കുടിക്കുക. ഇപ്പം ഈ ചായ കുടിക്കാമെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അസുഖം തിന്നിട്ടാണ് പേടിക്കുന്നതാണ്. നമ്മളെ നാട്ടിലെ മയോണൈസും ഇതൊക്കെ കഴിക്കണമെങ്കിൽ എത്ര രസമാണ്. ചായ കുടിച്ച് ചെയ്തിട്ട് ഒന്നും വരില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ അമ്മക്ക് സഹായമാവും, പിന്നെ നിങ്ങൾക്കും ഒരു മൂടായിക്കാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ യൂക്കാലിപ്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്മെല്ലും ആയിരിക്കും. എന്ന് സംസാരിക്കാൻ നല്ല മൂടാണ്. ഹെൽമെറ്റ് ഇങ്ങനെ വെക്കട്ടുമാ? അതാട്ടോ അമ്മേന്റെ മകൻ. അതാണ് നോക്കടുമാ. എന്റെ അവിടെ വെച്ചിട്ട് നടക്കാണ്. അടുത്ത് തന്നെയല്ലേ പറഞ്ഞേ. ഇത് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ ചന്ദ്രന്. അത് രണ്ടാമത് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് പോരുന്ന വഴിക്ക് ഇടക്കരന്ന് വാങ്ങിയ. അതെ, ഇടക്കരന്ന് കളിച്ച് ചെയ്ത് ഇടക്കരാണ്. കണ്ട ഭംഗി അല്ലേ? കല്യാണ മണ്ഡപം ഈ കാണുന്ന മുകളിൽ തന്നെ. ഓക്കെ, എന്നാണ് നമ്മളെ ചന്ദ്രു ആൻഡ് വൈഫ്. ഓക്കെ, നമ്മളവിടുത്തെ ആയിരിക്കില്ല കല്യാണ മണ്ഡപത്തിന്റെ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ കൊരങ്ങന്മാര് പേടിപ്പിക്കുന്ന ആറുകള്. അല്ല, ഇത് ചന്ദ്രുവിന്റെ അച്ഛനാട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പരിപാടി ബാക്കി നോക്കിയത്. നല്ല കുഷ്കിയും ചിക്കൻ ചില്ലിയും അല്ലേ, കബാബ് രാവിലെ കഴിച്ചു പോകുന്നതാണ്. നമ്മളെ കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ. മലപ്പുറത്താ, മഞ്ചേരി. ചന്തു ഒന്നര വർഷം, ഒരു വർഷത്തെ അടുത്ത് പറയുന്നുണ്ട്. ഞങ്ങളെ കഴിക്കാൻ നോക്കട്ടോ. എന്തെങ്കിലും കഴിക്കാല്ലേ? അത് കേസരി, അത് മൈസൂർ പാക്കല്ലേ, അച്ചാറ്, തൈര്, ചിക്കന്, നല്ല കുഷ്കില്ലേ, കുഷ്കാണ്. കാലിയാക്കിട്ടോ ഫുള്ള്. ഓഡിറ്റോറിയത്തിന്റെ ഭംഗിയല്ല, ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള വ്യൂ ആണ് സഹിക്കാൻ കഴിയാത്തത്. ചെറിയൊരു സെറ്റപ്പിലൊരു ഓഡിറ്റോറിയം. ഏറ്റവും ചെറിയ കയറി കഴിഞ്ഞാല് ഊട്ടി എത്തുന്നത് കുറച്ചൊക്കെ ആള് അനുപ്പുള്ള ഒരു ടൗൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമുള്ളത് ഇവിടെയാണ്. അതായത് നടുവട്ടോ. ഇവിടെ ഇപ്പൊ നമ്മള് കഴിച്ച ആളുണ്ട്, അവിടുന്ന് മുകളിൽ ചെറിയ ഹാളുണ്ട്. ഒക്കെ ചെറിയ സെറ്റപ്പാ, പക്ഷെ പുറത്തത്തെ വ്യൂ മാരകാണ്. നോക്കി കഴിച്ചിട്ട് നേരെ ചന്ദ്രനെ കൊടുക്കാൻ പോവാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. നമ്മളെ നാട്ടിലെ പൈസ വാങ്ങൂല, ആ പരിപാടിയാണ്. ഈ ഡാൻസും കളികളൊക്കെ കണ്ട് പുറത്തേക്ക് നോക്കി വ്യൂ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണ ചെക്കൻ വന്നിട്ട് ഒരേ കളി. അങ്ങനെ ചെക്കനും വന്ന ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്ത് നൈസിൽ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ടോ, കല്യാണം കഴിഞ്ഞിറങ്ങി, ഒരു യുദ്ധം കഴിഞ്ഞിറങ്ങി. പക്ഷെ നല്ല രസമായിരുന്നില്ല, ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്യില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു തമിഴ്നാട് സ്റ്റൈൽ കല്യാണത്തിന് കൂടുന്നത്. അത് സൂപ്പറായി. ഊട്ടി പോണ റൂട്ടിലാണ്. അപ്പോൾ അവിടെ കൂടുതൽ നമ്മളെ മലയാളി പയ്യന്മാരെ തുടങ്ങിയൊരു പുതിയ സംരംഭം കേട്ടോ. ഈ പോണ റൂട്ടിൽ കുറച്ച് ഹൈജീനിക്കായില്ല, നല്ലൊരു പ്രൊഡക്ട്സാണ് കണ്ടിട്ട് ഞങ്ങളൊരു സോഡയും ഒരു കോഫിയും പറഞ്ഞിട്ടുണ്ട്. കുടിച്ച് നോക്കട്ടെ കേട്ടോ. അതിൻ്റെ മെനു കാർഡ് ഇതാ വരുന്നത്. നമ്മൾ ഫുൾ ജാർ സോഡൻ്റെ വാങ്ങിക്കട്ടോ. സോഡയും കോഫിയൊക്കെ കുടിച്ച് ഒരു ഡീ കൂടെ ഒരു കമ്പം കഴിച്ച് ചോര ഇറങ്ങി ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു
വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.